വർഷം 2000 ഒക്ടോബർ 15-ന് ICC നോക്കൌട്ട് ട്രോഫിയുടെ അതായത് ഇപ്പോഴത്തെ ICC ചാമ്പ്യൻ ട്രോഫിയിലെ ഫൈനലിൽ ന്യൂസിലൻഡിനോട് 4 വിക്കറ്റിന് തോറ്റതിനെ തുടർന്ന് ഇന്ത്യൻ ടീമിന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. ക്രിസ് കെയ്ൻസിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ കിവീസ് ഫൈനലിൽ മെൻ ഇൻ ബ്ലൂവിനെ പരാജയപ്പെടുത്തി അവരുടെ കന്നി ICC കിരീടം നേടി. ആ കളി കഴിഞ്ഞ് ഏകദേശം 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ത്യ 2 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങളും സ്വന്തമാക്കി. ഇത്തവണ ബലം മാറ്റാമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ വീണ്ടും കിവീസിനെതിരെ മത്സരിക്കുമ്പോൾ അതിന്റെ വിജയം നമ്മളെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയേണ്ടി വരും. 2000-ലെ ടൂർണമെന്റിലെ ഇന്ത്യൻ ടീമിന്റെ അംഗങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെയാൾ രാഹുൽ ദ്രാവിഡ്. ഈ മത്സരത്തിന് ശേഷം ടീമിന്റെ നിരവധി പ്രശസ്ത വിജയങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മതിലെന്നാണ് അറിയപ്പെടുന്നത്. 2024-ലെ T20 ലോകകപ്പ് വിജയത്തിലേക്ക് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ച അദ്ദേഹം നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025-നായി രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. രണ്ടാമതായുള്ളത് റോബിൻ സിംഗ്. ഇന്ത്യക്ക് വേണ്ടി മികച്ച സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു റോബിൻ സിംഗ്. 136 ഏകദിനങ്ങളിൽ നിന്നും ഏകദേശം 2336 റൺസും 69 വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഇദ്ദേഹം. നിലവിൽ ഇന്റർനാഷണൽ ലീഗ് T20-യിൽ എമിറേറ്റ്സിന്റെ മുഖ്യ പരിശീലകനാണ് ഇദ്ദേഹം. മൂന്നാമതായുള്ളത് വിജയ് ദാഹിയ. ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പറായിരുന്ന വിജയ് ദാഹിയ 19 ഏകദിനങ്ങളിൽ നിന്നും ഏകദേശം 216 റൺസ് നേടിയിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ ഏക ബാറ്റ്സ്മാൻ എന്ന നിലയിൽ 2 റൺസും നേടിയെടുക്കുകയും ചെയ്തു. IPL-ൽ 2022-ലും 23-ലും ലക്നൗ സൂപ്പർ ജയൻസിന്റെ അസിസ്റ്റന്റ് കോച്ചായി അദ്ദേഹം ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലാമതായുള്ളത് വെങ്കടേഷ് പ്രസാദ്. ഫൈനലിൽ ഇന്ത്യക്കായി മികച്ച ബോളർമാരായി വെങ്കടേഷ് പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 7 ഓവറിൽ നിന്നും 27 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. വലങ്കയിൽ സീമർ തന്റെ ക്രിക്കറ്റ് കരിയറിന്റെ ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ TV ചാനലുകളിൽ വിദഗ്ധനായി തന്റെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അഞ്ചാമതായി അനിൽ കുംബ്ലെ. ഇന്ത്യക്കായി ടെസ്റ്റിലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളറായി അനിൽ കുംബ്ലെ വിരമിക്കുകയായിരുന്നു. ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചതിനു ശേഷം പരിശീലകനായി പോലും അദ്ദേഹം എത്തിയിട്ടില്ല. 2016-17 കാലയളവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും പഞ്ചാബ് കിങ്സിന്റെയും മുഖ്യ പരിശീലകനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ ക്രിക്കറ്റ് ഷോകളിൽ വിദഗ്ധനായി അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്. ആറാമതായി വിനോദ് കാംബ്ലി. കാംബ്ലി ആരോഗ്യ പ്രശ്നങ്ങളുമായി പോരാടുകയാണ് ഇപ്പോൾ. വിരമിച്ച ശേഷം പരിശീലകനായും കമാൻഡറുമായും കാംബ്ലി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഏഴാമതായി സഹീർ ഖാൻ. 2000-ലെ ICC നോക്കൌട്ട് ട്രോഫിയിലൂടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച ശേഷം വരും വർഷങ്ങളിൽ ഇന്ത്യൻ പേസ് ആക്രമണത്തിന്റെ നേതാവായി സഹീർ മാറുകയായിരുന്നു. നിലവിൽ IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ മെന്ററായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. എട്ടാമതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യുവരാജ് സിംഗ്. ഇന്ത്യയുടെ 2007 T20 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് നോക്കൌട്ട് ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം യുവരാജിന് ഒരു ഇതിഹാസ കരിയർ തെളിയുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള ലെജൻഡ്സ് T20 ലീഗുകളിൽ അദ്ദേഹം കളിക്കുന്നത് തുടരുകയും ചെയ്തു. നിലവിൽ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യൻ മാസ്റ്റേഴ്സിനായി അദ്ദേഹം കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമ്പതാമതായി അജിത് അഗാർക്കർ. ഇന്ത്യക്കായി 26 ടെസ്റ്റുകളും 191 ഏകദിനങ്ങളും കളിച്ച അഗാർക്കർ ആകെ 346 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടറാണ്. പത്താമതായി സൗരവ് ഗാംഗുലി. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ 2008-ൽ തന്റെ കരിയറിനോട് വിട പറഞ്ഞിരുന്നു. 2019 മുതൽ 2022 വരെ BCCI പ്രസിഡന്റായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. നിലവിൽ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്രിക്കറ്റ് ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ്. 11ാമതായി ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. 2013-ൽ അന്താരാഷ്ട്ര കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ ബാറ്റർ IPL-ൽ മുംബൈ ഇന്ത്യൻസിന്റെ മെന്ററായി സേവനം അനുഷ്ഠിക്കുകയാണ്. നിലവിൽ ഇന്ത്യ മാസ്റ്റേഴ്സിനായി ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലും അദ്ദേഹം കളിക്കുന്നുണ്ട്.